ഈ ഒരു സെക്ഷനകത്ത് പുതിയൊരു ഡിവൈസിനെ പരിചയപ്പെടുത്തുകയാണ്. അതായത് ഇത് ന്യൂറോസ്കൈയുടെ മൈൻഡ് വേവ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. മൊഡ്യൂൾ ഉപയോഗിച്ചിട്ട് ഒരാളുടെ, അതായത് ഈ ഒരു ഹെഡ്സെറ്റ് നമ്മൾ ഒരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ബ്രെയിൻ വേവ്സ് സിഗ്നൽസ്, അതായത് ആൽഫ ബീറ്റ ഗാമ വേവ്സിനെ മോണിറ്റർ ചെയ്തെടുക്കാൻ പറ്റും. സോ നമുക്കിത് ഉപയോഗിച്ചിട്ട് ഞാനൊരു ഇലക്ട്രോണിക് ഹാർഡ്വെയർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ടും ഈ ഒരു സെക്ഷനകത്ത് വരുന്നത്. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സെക്ഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് ആദ്യം ഈ ഒരു മൊഡ്യൂൾ എന്താണെന്നുള്ള നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൽഫ ബീറ്റ ഗാമ വാല്യൂസാണ് നമുക്ക് മോണിറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ലൈക്ക് ഇത് യൂസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ആളുടെ അറ്റൻഷൻ, മെഡിറ്റേഷൻ, കോൺസെൻട്രേഷൻ വാല്യൂസ്, അതുപോലെ ഐ ബ്ലിങ്ക്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്തിട്ട് പല പല കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത് ന്യൂറോസ്കൈ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മൊഡ്യൂളാണ് ഇതിനകത്ത് വരുന്നത്. ഈ 2 സെൻസേഴ്സാണ് ഈ ഒരു ഇലക്ട്രിക് സിഗ്നൽ, അതായത് നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള സിഗ്നൽസും അതുപോലെ തന്നെ നമ്മുടെ ചെവിയുടെ ഇവിടെയായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ അവിടെ നിന്നുള്ള ആൽഫ ബീറ്റ ഗാമ വാല്യൂസിനാണ് ഇത് റീഡ് ചെയ്തെടുക്കുന്നത്. സോ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഹാർഡ്വെയർ യൂണിറ്റാണ് ഈ കാണുന്നത്. സോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിനകത്തുനിന്ന് ബ്രെയിൻ വേവ്സ് എന്നുള്ള ആൽഫ ബീറ്റ ഗാമ വാല്യൂസിനെ ഉപയോഗിച്ചിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇത് വെക്കുന്ന ഒരു യൂസറിൻ്റെ അറ്റൻഷൻ വാല്യൂ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ വാല്യൂ, അതുപോലെ തന്നെ ഐ ബ്ലിങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൗണ്ട് ചെയ്യും. സോ ഇതുപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റെപ്പർ മോട്ടറിനെ കൺട്രോൾ ചെയ്യുകയാണ് ഇതിൻ്റെ ഹാർഡ്വെയർ വരുന്നത്. സോ ഞാനിവിടെ ഓർഡിനോടെ മെഗാ ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം കുറച്ചധികം പിന്നുകൾ ഇവിടെ യൂസ് ചെയ്യുന്ന സംതിങ് അപ്രോക്സിമേറ്റ്ലി ഒരു 20+ പിൻസിന് മേളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പ്രോസസ്സിംഗ് പവറും കൂടി ആവശ്യം കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അറ്റ്മെഗയുടെ മെഗാ ബോർഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു പ്രോട്ടോടൈപ്പ് ഹാർഡ്വെയർ ഇവിടെ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പവർ അഡാപ്റ്ററും ഒരു LED ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പർ മോട്ടറിനാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് 3 സ്റ്റെപ്പർ മോട്ടറിനാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. 3 സ്റ്റെപ്പർ മോട്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 3 സ്റ്റെപ്പർ മോട്ടറിൻ്റെ ഡയറക്ഷനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിനകത്തു നിന്നുള്ള ഐ ബ്ലിങ്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു യൂസർ ഐ ബ്ലിങ്ക് ചെയ്യുന്നത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. സോ ഐ ബ്ലിങ്ക് കൗണ്ട് ചെയ്തിട്ട് ആ ഒരു കൗണ്ട് വെച്ചിട്ട് പല പല മോഡുകൾ യൂസറിന് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് വർക്ക് ചെയ്യണം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ മോഡുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റേതായ ഒരു LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ LED മാറി മാറി ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ഓരോ മോഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഓരോ മോട്ടറുകൾ പർട്ടിക്കുലർ മാറി മാറിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒന്നാമത്തെ മോട്ടർ ക്ലോക്ക് വൈസ്, രണ്ടാമത്തെ മോഡിൽ ഒന്നാമത്തെ മോട്ടർ ആൻറ്റി ക്ലോക്ക് വൈസ്, രണ്ടാമത്തെ മോഡിൽ ഒന്നാമത്തെ മോട്ടർ ക്ലോക്ക് വൈസ്, മൂന്നാമത്തെ മോഡിൽ രണ്ടാമത്തെ മോട്ടർ ആൻറ്റി ക്ലോക്ക് വൈസ്, മൂന്നാമത്തെ മോഡിൽ 1, 3 മോട്ടർ ക്ലോക്ക് വൈസ്. ഓക്കെ, 1, 2, 3, 4, 5. ഇനി 6ാമത്തെ മോഡിൽ 1, 3 മോട്ടർ ആൻറ്റി ക്ലോക്ക് വൈസ്. ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഞാൻ ഇതിൻ്റെ ഹാർഡ്വെയർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബസറും 3 ഡ്രൈവറും ബാക്കി പിന്നുകൾ കാര്യങ്ങളൊക്കെ, അത് ഞാൻ ലിമിറ്റഡ് സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലിമിറ്റഡ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഈ ലിമിറ്റഡ് സ്വിച്ച് ആക്റ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പർ മോട്ടർ ഡിസേബിൾ ആവും. അതിൻ്റെ റൊട്ടേഷൻ ഏത് മോഡിലാണോ ആ ഒരു റൊട്ടേഷൻ നടക്കുന്നത് ദെൻ അത് സ്റ്റോപ്പ് ആവും. അതുപോലെ തന്നെ ഈ നമ്മൾ മോഡ് സെലക്ട് ചെയ്യാൻ ഐ ബ്ലിങ്ക് യൂസ് ചെയ്യും. ദെൻ മോട്ടർ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് കൺഫർമേഷൻ കൊടുക്കുന്നത് യൂസറിൻ്റെ അറ്റൻഷൻ വാല്യൂ ഉപയോഗിച്ചിട്ടാണ്. സോ അറ്റൻഷൻ വാല്യൂ ഒരു പർട്ടിക്കുലർ ലെവലിന് മേളിലേക്ക് ആയി കഴിയുമ്പോൾ ഈ ഒരു മോട്ടർ ആ ഒരു മോഡിൽ എന്താണോ കൊടുത്തിരിക്കുന്നത്, ആ ഒരു മോഡിൽ എന്താണോ സ്പെസിഫിക് വർക്കിംഗ് കൊടുത്തിരിക്കുന്നത്, ആ ഒരു വർക്കിംഗ് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കും. സോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മോഡ് സ്വിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ഐ ബ്ലിങ്ക് ഉപയോഗിച്ചിട്ട് അടുത്ത മോഡിലേക്ക് പോകും. അടുത്ത മോഡിൽ ആ ഒരു കൺഫർമേഷൻ കൊടുക്കണമെങ്കിൽ അറ്റൻഷൻ വാല്യൂ ആയിരിക്കും കൊടുക്കുന്നത്. സോ നമ്മളിവിടെ വേറെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഡയറക്റ്റ്ലി ഈ ഒരു അറ്റൻഷൻ വാല്യൂസ് ആൽഫ ബീറ്റ ഗാമ വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൺട്രോൾ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നത് ബ്ലൂടൂത്തിലാണ്. 100% ബ്ലൂടൂത്തിലാണ് ഇത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നത്. സോ ആദ്യമേ തന്നെ ബ്ലൂടൂത്ത് ഇൻ്റർഫേസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമുക്കിത് തമ്മിൽ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളുണ്ട്. സോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു വർക്കിംഗ് രീതി കാണിച്ചു തരാം. നമുക്ക് ആദ്യമേ ഇതിൻ്റെ ആൽഫ ബീറ്റ ഗാമ വാല്യൂസ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഓർഡിനോടെ ഐഡിയിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു പ്രോഗ്രാം അപ്ലോഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രോഗ്രാം അപ്ലോഡ് ആയിട്ടുണ്ട്. ദെൻ സീരിയൽ മോണിറ്റർ എടുക്കാം നമുക്ക്. ഓക്കെ, ബ്ലൂടൂത്ത് കണക്ട് ചെയ്തു. ദെൻ ഈ ഒരു സെൻസർ നമ്മുടെ തലയിൽ വയ്ക്കുക. സോ ഇത് നമുക്ക് മൂവബിൾ ആണ്. ഇത് ഞാൻ ഈ ഒരു ആക്സസിലേക്ക് ഇട്ടു. ദെൻ നമ്മൾ സാധാരണ ഹെഡ്സെറ്റ് വെക്കുന്ന പോലെ വയ്ക്കുക. ഇവിടെ നമ്മുടെ നെറ്റിയുടെ അവിടെ ഒട്ടിയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പ് നമ്മുടെ ചെവിയുടെ ഇവിടേക്ക് വയ്ക്കുക. ഈ രീതിയിലാണ് വർക്ക് ചെയ്യണത്.
സോ ഇത് നമ്മളിനി ഓൺ ചെയ്ത് കഴിയുമ്പോൾ ബ്ലൂടൂത്ത് ആക്റ്റീവ് ആവും. ദെൻ നമ്മുടെ ആൽഫ ബീറ്റ ഗാമ വാല്യൂസ് ഒരു ഇലക്ട്രോണിക് വേവ്സ് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ഇലക്ട്രോണിക് പൾസ് റേറ്റുകൾ ഇതിനകത്തുനിന്ന് റീഡ് ചെയ്തെടുക്കാൻ നോക്കും. സോ ഇപ്പോൾ ഇവിടെ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൽഫ ബീറ്റ ഗാമ വാല്യൂസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വാല്യൂസിനാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സീരിയൽ പ്ലോട്ടർ ഒന്ന് എടുത്തിട്ട് നോക്കാം. ഇവിടെ ഓക്കെ, സീരിയൽ പ്ലോട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള വാല്യൂസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ എൻ്റെ ബ്രെയിനിൽ നിന്ന് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അറ്റൻഷൻ വാല്യൂ, മെഡിറ്റേഷൻ, ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നത് ഈ ആൽഫ ബീറ്റ ഗാമ വാല്യൂസിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ പല രീതിയിലേക്ക് എടുക്കാൻ പറ്റും. സോ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഇനി കൺവേർട്ട് ചെയ്തിട്ട് ഒരു ആൽഫ ബീറ്റ ഗാമ വാല്യൂസിനെ നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഞാനിത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രോഗ്രാം ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം കോഡ് സംതിങ് ഒരു 23 സംതിങ് ലെങ്ത് ഓഫ് കോഡുള്ളൂ. ഇതിനകത്ത് നമുക്ക് സിഗ്നലിൻ്റെ ക്വാളിറ്റി നമുക്ക് മോണിറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അറ്റൻഷൻ വാല്യൂ നമുക്ക് മോണിറ്റർ ചെയ്തെടുക്കാൻ പറ്റും. മെഡിറ്റേഷൻ വാല്യൂ നമുക്ക് മോണിറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്ന ഈ ആൽഫ ബീറ്റ ഗാമ വാല്യൂസിനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ക്വാളിറ്റി 100% ആണ്. അറ്റൻഷൻ വാല്യൂ 30-35. നമ്മൾ ഓരോ അറ്റൻഷൻ ഓരോ ഇതിനകത്തേക്ക് അറ്റൻഷൻ കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മെഡിറ്റേഷൻ വാല്യൂ നമുക്ക് മോണിറ്റർ ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ ഒരു വാല്യൂസിനെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെപ്പർ മോട്ടർ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഇനി ഐ ബ്ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സെൻസർ വെച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണ് ചിമ്മുന്ന സമയത്ത് അത് മോണിറ്റർ ചെയ്ത് അത് അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു പ്രോഗ്രാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കോഡാണ്. ഇപ്പോൾ നോക്കിയാണ്ട് അത്യാവശ്യം ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 104 ലൈൻ ഓഫ് ലെങ്ത് ഓഫ് കോഡുള്ള ഒരു പ്രോഗ്രാമാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിനകത്ത് ഇവിടെ ബ്ലിങ്ക് കൗണ്ട് ചെയ്യുന്ന കാണാൻ പറ്റും. ഇപ്പോൾ ഹാർഡ്വെയറിലൊന്നും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല. സീരിയൽ മോണിറ്റർ വഴി നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഒരു സെൻസറിൽ നിന്ന് നമ്മുടെ ഐ ബ്ലിങ്ക് ഇവിടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3rd ബ്ലിങ്കാണ് വന്നിരിക്കുന്നത്. ഞാൻ നോർമലി ബ്ലിങ്ക് ചെയ്യുന്നതൊന്നും ഇവിടെ റീഡ് ആവുന്നില്ല. നോർമലി ഞാൻ എൻ്റെ സാധാരണ ബ്ലിങ്ക് വരുന്നില്ല. സോ ഇതിനകത്ത് കോഡിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ബ്ലിങ്ക് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ബ്ലിങ്ക് കൗണ്ട് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബ്ലിങ്ക് കൊടുക്കാൻ പോകണം. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 4th ബ്ലിങ്ക് വന്നു. ദെൻ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ബ്ലിങ്ക് കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലിങ്കിലേക്ക് മൂവ് ചെയ്യും. സോ നോക്കിയാണ്ട് 5th ബ്ലിങ്ക് വന്നു. അതല്ലെങ്കിൽ ജസ്റ്റ് പിരികം ഒന്ന് അപ്പ് ചെയ്താൽ മതി. അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇത് കൗണ്ട് ചെയ്യും. നമ്മൾ കണ്ണടച്ചില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പം 6 ബ്ലിങ്ക് മോഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ 6 ബ്ലിങ്ക് വരെയാണ് റീഡ് ചെയ്യുന്നത്. ഐ ബ്ലിങ്ക് 6 റീഡ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ 2nd ബ്ലിങ്കിലേക്ക് പോയി. ദെൻ 3rd ബ്ലിങ്കിലേക്ക് വന്നു. 4th. ഇത് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി സിഗ്നലിൻ്റെ ക്വാളിറ്റി വെച്ചിട്ടാണ്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ വേവ് സെൻസറിൽ നിന്ന് ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന സിഗ്നലിൻ്റെ ക്വാളിറ്റി നമ്മൾ ഐ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി റെഡ്യൂസ് ആവും. സോ ആ ഒരു ക്വാളിറ്റിയുടെ റെഡ്യൂസ് വെച്ചിട്ടാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഐ ബ്ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യുന്നത്. സോ ഇത് ഉപയോഗിച്ചിട്ട് ഇതിന് മോട്ടറിനെ ഡ്രൈവ് ചെയ്യുന്ന രീതിയിലാണ് പ്രൊജക്റ്റ് വരുന്നത്. സോ അതിൻ്റെ പ്രൊജക്റ്റിലേക്ക് പോകാം. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് അടുത്ത കോഡിനകത്ത് ഈ ഒരു മോഡ് സ്വിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് LED സ്വിച്ച് ചെയ്യുന്ന ഒരു ഇത് നോക്കാം. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 378 ലൈൻ ഓഫ് കോഡാണ് ഫുള്ള് വരുന്നത്. സോ ഇത് കമ്പനിയിൽ എല്ലാ ഓർഡിനോയും സ്വിച്ചുകളെല്ലാം വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് ഇത് വരുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്രോഗ്രാം അപ്ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു LED നമുക്ക് മോഡ് നമ്മുടെ ഐ ബ്ലിങ്ക് വെച്ചിട്ട് മോണിറ്റർ ചെയ്യുന്നത് സ്വിച്ച് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഞാൻ സീരിയൽ മോണിറ്റർ എടുത്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 7 LED കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് 7 LED സ്വിച്ച് ചെയ്യാം. 7ാമത്തെ LED റീസെറ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ 7ാമത്തെ LED ഒരു 3 സെക്കൻഡ് നേരം ഹൈ ആയിട്ട് നിൽക്കും. ബാക്കി എല്ലാ മോഡുകളും ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1ാമത്തെ മോഡായതുകൊണ്ട് തന്നെ 1ാമത്തെ മോഡിൽ LED ഇവിടെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ബസർ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അറ്റൻഷൻ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ഹൈ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറ്റൻഷൻ വാല്യൂ ഇവിടെ മോണിറ്റർ ചെയ്യും. അതുപോലെ തന്നെ ബ്ലിങ്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ മോഡുകൾ ചേഞ്ച് ചെയ്യും. ഞാനിപ്പോൾ അടുത്ത മോഡിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. സോ ഇവിടെ അടുത്ത മോഡിലേക്ക് വന്നു. ഇവിടെ 4ാമത്തെ മോഡിലേക്ക് വന്നു. 5ാമത്തെ മോഡിലേക്ക് വന്നു. 6ാമത്തെ മോഡിലേക്ക് വന്നു.
ഏഴാമത്തെ മോഡിലേക്ക് വന്നു. ഏഴാമത്തെ മോഡ് കുറച്ച് നേരം ഒരു 4 സെക്കൻഡ് നേരത്തെ ഹൈ ആക്കി നിൽക്കും. ദെൻ അവിടെ റീസെറ്റ് ചെയ്യും. ദെൻ അന്നേരം ഒന്നും വർക്കാവത്തില്ല. ദെൻ നമ്മൾ വീണ്ടും ഐ ബ്ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ മോഡ് വരും. ദെൻ രണ്ടാമത്തെ മോഡ് വരും, മൂന്നാമത്തെ മോഡ്, നാലാമത്തെ മോഡ്, അഞ്ചാമത്തെ മോഡ്, ആറാമത്തെ മോഡ്, ഏഴാമത്തെ മോഡ്. അതുപോലെ തന്നെ ഓരോ മോഡുകൾ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ട് കാണാം. ആറാമത്തെ മോഡിൽ 1ഉം 3ഉം മോട്ടർ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുവാണ്. അഞ്ചാമത്തെ മോഡിൽ 1ഉം 3ആമത്തെ മോട്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൊടുക്കാനാണ് കൊടുത്തിരിക്കുന്നത്. ഫോർത്ത് മോഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് രണ്ടാമത്തെ മോട്ടർ കറങ്ങേണ്ടത്. തേർഡ് ബ്ലിങ്കിനകത്ത് ആക്ച്വലി രണ്ടാമത്തെ മോട്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുവാണ്. 1ഉം 2ഉം ഒന്നാമത്തെ മോട്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഒന്നാമത്തെ മോട്ടർ ക്ലോക്ക് വൈസ്, രണ്ടാമത്തെ മോഡിൽ ഒന്നാമത്തെ മോട്ടർ ആൻറ്റി ക്ലോക്ക് വൈസ്. സോ നമുക്ക് ബാക്കി ഹാർഡ്വെയർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഈ ബസർ കേൾക്കുന്ന അറ്റൻഡൻഷൻ വാല്യൂ പർട്ടിക്കുലർ അറ്റൻഡൻഷൻ മേളിലേക്ക് ഹൈ ആക്കിയുമ്പോഴാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത്. സോ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ആദ്യം ഇതിൻ്റെ ഹാർഡ്വെയർ ഒന്ന് കണക്ട് ചെയ്യാം. സോ ഞാനിവിടെ ഇത് ജസ്റ്റ് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേബിളാണ്, ജസ്റ്റ് മാറ്റി വയ്ക്കുകയാണ്. ഞാനിതിൻ്റെ കണക്ഷൻസ് കൊടുക്കുകയാണ്. ഇത് മോട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഒന്നാമത്തെ സ്റ്റെപ്പർ മോട്ടർ ഇവിടെ കണക്ട് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പർ മോട്ടർ കണക്ട് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പർ മോട്ടർ കണക്ട് ചെയ്തു. സോ ഇവിടെ 6 സ്റ്റെപ്പർ മോട്ടർ ഉണ്ട്. സോ 6 സ്റ്റെപ്പർ മോട്ടറിൻ്റെ 6 ഡയറക്ഷൻ ഉണ്ട്, അതായത് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. സോ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 കൺട്രോൾ സ്വിച്ചുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കണക്ഷനും കൂടി കാര്യങ്ങൾ ചെയ്യുവാണ്. സോ നമുക്ക് പവർ കണക്ട് ചെയ്യാം. ഞാൻ സീരിയൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് USB കണക്ട് ചെയ്തു. അതുപോലെ തന്നെ പവർ അഡാപ്റ്ററും കണക്ട് ചെയ്തു. സോ മോട്ടറുകളിപ്പോൾ ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ മോഡാണ് ആക്റ്റീവ് ചെയ്തിരിക്കുന്നത്. അത് അറ്റൻഡൻഷൻ വാല്യൂ ഉപയോഗിച്ചിട്ട് കൺഫേം ചെയ്തു. ഞാനിപ്പോൾ അറ്റൻഡൻഷൻ വാല്യൂ കുറച്ചിട്ടിരിക്കുകയാണ്. 60 മേളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്നാമത്തെ മോട്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും. സോ നമുക്കിത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങാൻ ഞാൻ രണ്ടാമത്തെ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുവാണ്. സോ ഞാൻ ബ്ലിങ്ക് ചെയ്ത സമയത്ത് രണ്ടാമത്തെ മോഡിലേക്ക് വന്നു. അവിടെ കൺഫർമേഷൻ വാല്യൂ ഇപ്പോൾ ഞാൻ കുറച്ചിട്ടുകൊണ്ടാണ് പെട്ടെന്ന് കറങ്ങുന്നത്. ആ ഒന്നാമത്തെ മോട്ടർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങണം. അതുപോലെ തന്നെ നമ്മളിവിടെ സ്വിച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഒരു സ്വിച്ച് ഏതാണെന്ന് നോക്കാം. സോ അവർ സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ചാണ്. സോ ഇത് പ്രസ് ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആവത്തില്ല. അതുപോലെ തന്നെ ആ മോട്ടർ റൊട്ടേറ്റ് ചെയ്യത്തില്ല. റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു 1 സൈക്കിൾ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യും. ദെൻ ചെറിയൊരു ഡിലേ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിലേ കഴിയുമ്പോൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സ്വിച്ച് ആക്റ്റീവ് ആണെങ്കിൽ ആ മോട്ടർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതുപോലെ തന്നെ എല്ലാ മോട്ടറിനും ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ രണ്ടാമത്തെ മോഡ് ഇതുപോലെ തന്നെ ഐ ബ്ലിങ്ക് ചെയ്തിട്ട് രണ്ടാമത്തെ മോഡ് സെലക്ട് ചെയ്തു. ദെൻ അറ്റൻഷൻ വാല്യൂ ഹൈ ആയി കഴിയുമ്പോൾ ആ ഒരു മോട്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും, ഒരു പർട്ടിക്കുലർ അറ്റൻഷൻ വാല്യൂവിന് മേളിലേക്ക് എത്തിക്കുമ്പോൾ. അതുകൊണ്ട് ഈ ബസർ കൊടുത്തിരിക്കുന്ന അറ്റൻഷൻ വാല്യൂവിനേക്കാളും ഒരു 10 വാല്യൂ ലെസ് ആയി കഴിയുമ്പോഴാണ് ബസർ ആക്റ്റീവ് ചെയ്യുന്നത്. അതായത് നമുക്ക് അറ്റൻഷൻ വാല്യൂ എത്താറായെന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ രണ്ടാമത്തെ മോട്ടർ കറങ്ങുവാണ്. ഞാൻ ഐ ബ്ലിങ്ക് ചെയ്തിട്ട് അടുത്ത മോഡിലേക്ക് സ്വിച്ച് ചെയ്യുവാണ്. സോ അടുത്ത മോഡിലേക്ക് സ്വിച്ച് ചെയ്തു. ഇനി നമ്മൾ അറ്റൻഷൻ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് മേളിലേക്ക് എത്തിക്കുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അടുത്ത മോട്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഇറങ്ങണം. സോ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മോട്ടറിൻ്റെ സ്വിച്ച് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മോട്ടറിൻ്റെ ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കലി അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും.
സോ ഈ ഒരു സ്വിച്ചാണ് അതിന് യൂസ് ചെയ്യുന്നത്. സോ ഇത് ആക്റ്റീവായി കഴിയുമ്പോൾ ആ ഒരു മോട്ടർ റണ്ണിങ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. ഓക്കെ, ദെൻ അടുത്ത മോഡിലേക്ക് പോയി നോക്കാം. ഓക്കെ, അടുത്ത മോഡിൽ നമ്മൾ 5th മോഡാണ് കൊടുത്തിരിക്കുന്നത്. 5th മോഡിൽ 2 മോട്ടർ, മൂന്നാമത്തെ മോട്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങാനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി ഈ ഒരു മോട്ടർ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്, അത് നമുക്ക് കോഡിനകത്ത് മാറ്റി കൊടുക്കണം. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനും അടുത്ത് ഓരോ സ്വിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്വിച്ച് ഏതാണോ ആക്റ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മോട്ടർ വർക്ക് ആവുമായിരിക്കും. ഈ ഒരു സ്വിച്ചാണ് അതിന് യൂസ് ചെയ്യുന്നത്. സോ അത് ആക്റ്റീവ് ആവേണ്ടിയിരിക്കും. ദെൻ അടുത്ത മോഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത മോഡിൽ ദെൻ ഈ മോട്ടർ നേരത്തെ കറങ്ങേണ്ട റിവേഴ്സ് മോഡലായിരിക്കും കറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു മോട്ടർ കറങ്ങുന്നത് കാണാൻ പറ്റും. ദെൻ 7ാമത്തെ മോഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 7ാമത്തെ മോഡിൽ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുവാണ്. സിസ്റ്റം മൊത്തം ഓൾ ഡൗൺ സ്റ്റോപ്പ് ചെയ്യുവാണ്. സോ 7ാമത്തെ മോഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം ഫുള്ള് സ്റ്റോപ്പായി. ദെൻ കുറച്ച് നേരം LED ഓൺ ആയി നിൽക്കും. ദെൻ ഇതിൻ്റെ പ്രത്യേകത, നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ മോട്ടർ കറങ്ങത്തില്ല. LED മാറി മാറി ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ജസ്റ്റ് LED ഓട്ടോമാറ്റിക്കലി ഓരോ LED മാറി മാറി ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ ഒരു സെൻസർ ആക്റ്റീവ് ആണ്, പക്ഷേ അതിനകത്തുനിന്ന് അല്ലെങ്കിൽ സെൻസറിൽ നിന്നുള്ള സിഗ്നൽസ് വരുന്നില്ലാത്ത കേസിനകത്ത് മോട്ടറുകൾ റൊട്ടേറ്റ് ചെയ്യത്തില്ല. ഇതിൻ്റെ LED ഓരോ മോഡുകളും ഓട്ടോമാറ്റിക്കലി മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ മോഡ് കൺഫർമേഷൻ കൊടുക്കണമെങ്കിൽ അറ്റൻഷൻ വാല്യൂ ഹൈ ആവണം. പക്ഷേ അറ്റൻഷൻ വാല്യൂ കൊടുക്കാനുള്ള സിഗ്നൽസ് ഇതിനകത്തുനിന്ന് വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു വാല്യൂ നമുക്ക് ഇതിനകത്തുനിന്ന് റീഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സോ ഇതാണ് ബ്രെയിൻ വേവ് സെൻസർ യൂസ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി ഹാർഡ്വെയർ സർക്യൂട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാർഡ്വെയർ യൂണിറ്റ് കാണാൻ പറ്റും. ഏകദേശം ഒരു 3 ആംപിയർ കറണ്ടാണ് ഇതിനകത്തേക്ക് മൊത്തം എടുത്തുകൊണ്ടിരിക്കുന്നത്. 5 മൈക്രോ കൺട്രോളും 5 വോൾട്ടും, മോട്ടറുകൾക്കെല്ലാം 12 വോൾട്ടിലുമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ സ്വിച്ചുകൾക്കെല്ലാം 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്, LED 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത്. ഓക്കെ, മറ്റൊരു പ്രൊജക്റ്റായിട്ട് പിന്നെ കാണാം. ബൈ ബൈ.